കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവനെപ്പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ വഴി ഇങ്ങനെ അരുൾ ചെയ്യപ്പെട്ടത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. ജെറുസലേമിലും യൂദയ മുഴുവനിലും ജോർദാൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ജനം അവൻ്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവരിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. അനേകം ഫരിസേയരും സദുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലിസന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിനെ കോടാലി വെച്ച് കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അവൻ്റെ ചെരുപ്പ് വഹിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും. പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആഗമനകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ നമ്മൾ തിരിതെളിച്ചു. ഇന്ന് രണ്ടാമത്തെ തിരിതെളിച്ച് ബെത്ലഹേം ക്യാൻഡിൽ എന്ന പേരിലാണ് അറിയപ്പെടുക. ഈ ഒരു ക്യാൻഡിൽ കത്തിച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുന്നത് സമാധാനത്തിൻ്റെ രാജാവായ ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഞായറാഴ്ചത്തിൻ്റെ പ്രത്യേകത സമാധാനത്തിൻ്റെ ഞായറാഴ്ച എന്ന പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ വായിച്ചു കേട്ട വചനഭാഗങ്ങളിലെല്ലാം ഈ ഒരു വലിയ ധ്വനിയാണ്. അതായത് ഒന്നാമത്തെ വായനയിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, അതായത് ദൈവം സമാധാനത്തിൻ്റെ രാജാവായി വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. അവിടെ അവൻ സമാധാനം സ്ഥാപിക്കും. അവിടെ അവൻ ധർമ്മനിഷ്ഠയോടെ നീതി പുലർത്തും. എല്ലാവർക്കും എല്ലായിടത്തും സമാധാനം ഉണ്ടാകും. അപ്പോൾ അത് ഒരു വലിയൊരു പ്രവചനമാണ്, ക്രിസ്തുവിനെക്കുറിച്ചുള്ളൊരു പ്രവചനം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയൊരു കാര്യം നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് ഈ വചനഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നു. സുവിശേഷത്തിലും നമ്മൾ കാണുന്നത് സ്നാപക യോഹന്നാനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിലൂടെ ആഗതനാകുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മളെ ഒരുക്കുകയും ചെയ്യുക. അതിനുവേണ്ടിയാണ് ആരാധനാക്രമത്തിലെ ഈ വായനകളെല്ലാം നമ്മളെ ക്ഷണിക്കുക. നമുക്കറിയാം, ലോകം കണ്ട ഒരു വലിയ ഒരു കണ്ടുപിടുത്തമായിരുന്നു വിമാനം കണ്ടുപിടിച്ചത്. ചില വിമാനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റദ്ദാക്കിയതിൻ്റെ പേരിലൊക്കെ ഒത്തിരിയേറെ ആളുകൾ കഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. വിമാനം കണ്ടുപിടിച്ച് അത്രയും നാളും ആളുകൾ ചിന്തിക്കാത്തൊരു കാര്യം, അതായത് മനുഷ്യന് ആകാശത്തൂടെ പറക്കാമെന്നുള്ളത്. ഇത് കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സ് എന്ന് പറയുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒരു നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഒടുവിൽ അവർ വിജയിക്കുകയാണ്. ഒരു ഏകദേശം 120 അടിയോളം പറന്ന് കുറേ സഞ്ചരിച്ചതിന് ശേഷം അവരുടെ ആ ഒരു കണ്ടുപിടുത്തം അത് വിജയകരമായി പൂർത്തീകരിച്ചു. അത് 1903 ഡിസംബർ മാസമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ സന്തോഷം ഇവരുടെ സഹോദരിയെ അറിയിക്കാൻ, കാതറിൻ എന്ന് പറയുന്ന ഇവരുടെ സഹോദരിയെ അറിയിക്കാനായിട്ട് അവർ സന്ദേശം അയക്കുകയാണ്. ടെലഗ്രാഫിലൂടെയൊക്കെയാണ് അയക്കുക. ഇന്നത്തെ പോലെ വാട്സപ്പും അതുപോലെ തന്നെ ഫോൺ കോളും മൊബൈൽ ഫോണുകളൊന്നും ഇല്ലായിരുന്നു. അന്നത്തെ കാലത്ത് ടെലഗ്രാഫിലൂടെ ഈ സന്ദേശം അയക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ വലിച്ചു വാരി എഴുതി എസ്സേ പോലെ ഒന്നും എഴുതാൻ പറ്റത്തില്ല. എല്ലാം വളരെ ഷോർട്ടായിട്ട് മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവരയച്ച കാര്യം ഇതായിരുന്നു, അതായത് ഞങ്ങൾ 120 അടി ഉയരത്തിൽ പറന്നു, ഞങ്ങൾ ക്രിസ്മസിന് വീട്ടിലുണ്ടാകും.
ഇതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു സന്തോഷം. അതുകൊണ്ട് ഈ ഒരു സന്ദേശം അവരുടെ സഹോദരിയായ കാതറിൻ അയച്ചു വിട്ടു. കാതറിന് ഈ ന്യൂസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേറെ സന്തോഷം. അവൾ ഈ ഒരു മെസ്സേജുമായിട്ട് അവിടുത്തെ ലോക്കൽ പത്രത്തിൻ്റെ എഡിറ്ററെ പോയി കണ്ടു. എഡിറ്ററെ പോയി കണ്ടിട്ട് പറഞ്ഞു, ഇതാ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ മെസ്സേജ് കാണിച്ചപ്പോൾ എഡിറ്റർ വായിച്ചത് അവസാനത്തെ ആ ലൈൻ മാത്രമേ ഉള്ളൂ. ക്രിസ്മസിന് ഞങ്ങൾ വീട്ടിലുണ്ടാകും, ക്രിസ്മസിന് ഞങ്ങൾ വീട്ടിലുണ്ടാകും. അതാണ് എഡിറ്റർ വായിച്ചതും ശ്രദ്ധിച്ചതും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ലോകത്തെ മാറ്റിമറിച്ച് വലിയ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം, ആ വിമാനം കണ്ടുപിടിച്ചതൊക്കെ മാറ്റിവെച്ചിട്ട് അതിനേക്കാൾ അതിന് എത്ര പ്രാധാന്യം കുറഞ്ഞ് ഞങ്ങൾ ക്രിസ്മസിന് അവധിക്ക് വരുന്നുണ്ട് എന്നുള്ളത് മാത്രമേ കണ്ടുള്ളൂ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. വി ഓൾസോ മിസ് ദ പോയിൻറ്റ്. അതായത് നമ്മുടെയൊക്കെ ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ടതും അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും അപ്രധാനമായ ചില കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ളത് നമ്മളെ വചനം പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം ഇത് തന്നെയാണ്. അതായത് ദൈവം ഒരു രക്ഷകനെ അവർക്ക് വാഗ്ദാനം ചെയ്തു. അവരുടെ ജീവിതത്തിലെ ക്ലേശങ്ങളും സങ്കടങ്ങളും നൊമ്പരങ്ങളും എല്ലാം കണ്ടിട്ട് ദൈവം ഒരു രക്ഷകനെ അവർക്ക് വാഗ്ദാനം ചെയ്തു. പ്രവാചകരിലൂടെ അരുളി ചെയ്ത കാര്യമാണ്. നമ്മൾ വായിച്ച ഒന്നാമത്തെ വായനയിൽ ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് ഒരു കന്യകയിൽ നിന്നൊരു കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവം ഇമ്മാനുവേലായി ദൈവരക്ഷകൻ ബെത്ലഹേമിൽ നിന്ന് വരുമെന്നുള്ളത് പ്രവാചകനിലൂടെ അരുളി ചെയ്ത കാര്യമാണ്. ഈ ഒരു കാര്യം അവർ മനസ്സിലാക്കി, പക്ഷേ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതിനു വേണ്ടി അവർ ഒരുങ്ങിയില്ല. അതുകൊണ്ട് രക്ഷകൻ വന്നു കഴിഞ്ഞപ്പോൾ രക്ഷകനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. പഴയ നിയമത്തിലെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ ഒരു പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നും അവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ വീണ്ടും ഈ ഏലിയ പ്രവാചകൻ വീണ്ടും വരുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടുകൂടെയായിരുന്നു ഇസ്രായേൽ ജനത ജീവിച്ചിരുന്നത്. 4 പേരുള്ള വീട്ടിലാണെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ 5 കസേരയിടും. ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഏലിയ പ്രവാചകൻ വരുന്നതെങ്കിൽ കസേര തപ്പിപ്പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് 5 കസേര അവിടെ ഇട്ടേക്കും. അങ്ങനത്തെ അത്രമാത്രം ആഴത്തിൽ വിശ്വസിച്ചിരുന്ന കാര്യമായിരുന്നു ഏലിയ പ്രവാചകൻ വരുമെന്നുള്ള കാര്യം. പക്ഷേ ഏലിയ പ്രവാചകനെ പോലും തിരിച്ചറിയാൻ ഇവർക്ക് സാധിച്ചില്ല. സ്നാപക യോഹന്നാൻ വന്നു. അതുപോലെ തന്നെ ഈ ഒരു വലിയ ദൗത്യവും പ്രസംഗവും ഒക്കെ നടത്തി. പക്ഷേ സ്നാപക യോഹന്നാനെ പോലും തിരിച്ചറിയാൻ ഇവർക്ക് സാധിച്ചില്ല. ഈശോ പറയുന്ന കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഈശോ പറയുന്നു, ഏലിയ നേരത്തെ വന്നു കഴിഞ്ഞു. ഈശോ പറഞ്ഞ കാര്യം ഇതാണ്. അതായത് സ്നാപക യോഹന്നാനെ പോലും തിരിച്ചറിയാൻ പറ്റില്ല. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു വലിയ കാര്യം മനസ്സിലാക്കി ഇസ്രായേൽ ജനതയെ ഒരു വലിയ കാര്യം പഠിപ്പിക്കുകയാണ് സ്നാപക യോഹന്നാൻ. മാനസാന്തരപ്പെടുവേൻ. നമ്മുടെ ജീവിതത്തിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും അപ്രധാനമായ കാര്യങ്ങൾക്കാണ് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെടുവൻ എന്നുള്ള കാര്യം കൃത്യമായിട്ടും ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുന്ന സ്നാപക യോഹന്നാനെയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുക. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വളരെ സരസമായിട്ട് പറഞ്ഞ കാര്യമാണ്. ക്രിസ്തുമസിൻ്റെ കാലയളവിൽ സ്നാപക യോഹന്നാനെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം മാനസാന്തരത്തെക്കുറിച്ചാണ്. നമുക്ക് മാനസാന്തരപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് വളരെ പ്രയാസകരമായിട്ടൊക്കെ തോന്നും. പക്ഷേ ആഘോഷങ്ങളോട് നമുക്ക് ഒത്തിരി താല്പര്യമാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസിന് ഒരുക്കമായിട്ട് നമ്മളെ തന്നെ ഒരുക്കുന്ന സമയത്ത് സ്നാപക യോഹന്നാന്റെ സന്ദേശം നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ വരവനായിട്ട് ഒരുക്കുക. എപ്രകാരമാണോ ഇസ്രായേൽ ജനതയെ ഈ സ്നാപക യോഹന്നാൻ്റെ പ്രബോധനത്തിലൂടെ അവരെ ഒരുക്കിയത്? സ്നാപക യോഹന്നാൻ പറഞ്ഞ കാര്യമാണ്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്. അവൻ പരിശുദ്ധാത്മാവിനും അഗ്നിയാൽ സ്നാനം നൽകുന്നവനാണ്. ക്രിസ്തുവിനെ അവതരിപ്പിച്ചിട്ട് അവനെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ ഇസ്രായേൽ ജനതയെ ഒരുക്കിയ വ്യക്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക്
സ്നാപക യോഹന്നാനിലൂടെ ലഭിച്ച ഈ ഒരു സന്ദേശം, മാനസാന്തരത്തിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ നമുക്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്, തന്നെ ഏൽപ്പിച്ച ആ ഒരു വലിയ ദൗത്യം ഏറ്റവും ഭംഗിയായി വെള്ളം ചേർക്കാതെ ഇസ്രായേൽ ജനത്തോട് അവതരിപ്പിച്ച വ്യക്തിത്വമാണ് സ്നാപക യോഹന്നാൻ. അതിലൊരു മാറ്റവുമില്ല. അതായത് ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിലേക്ക് തിരിച്ചു വരാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിച്ച് സ്നാപക യോഹന്നാൻ ഇന്ന് നമ്മളോട് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ക്രിസ്തുമസിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അപ്രകാരം ഒരു ഒരുക്കം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ തെറ്റിപ്പോയ വഴികളുണ്ടെങ്കിൽ അതിനെ നേരെയാക്കുവാനായിട്ട്, അല്ലെങ്കിൽ മുറിഞ്ഞുപോയ ബന്ധങ്ങളുണ്ടോ അതിനെയൊക്കെ നേരെയാക്കുവാനായിട്ടുള്ള വലിയ പരിശ്രമം നമുക്ക് നടത്താം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത്, ശക്തമായ നിലപാടുകളോടുകൂടെ ദൈവത്തിൻ്റെ ആ ഒരു അരുളപ്പാടുകൾ അറിയിക്കുന്ന സ്നാപക യോഹന്നാനെ കാണാൻ പറ്റും. അതായത് രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും അതുപോലെ തന്നെ പുരോഹിത പ്രമുഖന്മാരോടും ഒരു മടിയും കൂടാതെ ഈ ഒരു മാനസാന്തരത്തിൻ്റെ സന്ദേശം പറയുന്ന സ്നാപക യോഹന്നാനെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഫരിസേയരും സദുക്കായരൊക്കെ സ്നാപക യോഹന്നാൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓണി അകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ്? അവരെ വിളിച്ചത് അണലി സന്തതികളെന്ന്. അതായത് ഇതുപോലെ ഒരു വലിയ മാനസാന്തരത്തിൻ്റെ ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആരാണ്? അപ്പോൾ ഇങ്ങനെ എല്ലാവരോടും അത്രമാത്രം തീക്ഷ്ണതയോടെ ദൈവരാജ്യത്തിൻ്റെ ആ ഒരു വരവിനായിട്ട് ഒരുക്കുന്ന സ്നാപക യോഹന്നാനെ കാണാൻ പറ്റും. മൂന്നാമതായിട്ട് സ്നാപകനിൽ കാണുന്നൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതശൈലി, അതായത് ജീവിതചര്യ. വെട്ടുക്കിള്ളിയും കാട്ടുതേനും അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ രോമം കൊണ്ടുള്ള ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രവാചകൻ ലുക്കുണ്ട്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ എപ്രകാരമാണ് ഏലിയായുടെ വസ്ത്രധാരണം, എപ്രകാരമാണ് ഏലിയായുടെ ജീവിതശൈലി എന്നുള്ള കൃത്യമായിട്ടും പറയുന്നുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു വസ്ത്രധാരണവും ജീവിതശൈലിയുമായി താപസനായി ജീവിച്ചിരുന്ന ഈ ഒരു സ്നാപക യോഹന്നാൻ താൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായ വ്യക്തതയും ക്ലാരിറ്റിയും ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ കാര്യമാണ്, ദ ക്രെഡിബിലിറ്റി ഓഫ് ലൈഫ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു വലിയ സന്ദേശം, മാനസാന്തരത്തിൻ്റെ സന്ദേശത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായി മാറുക. ക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ നേരെയാക്കുവാനായിട്ടുള്ള ഒരു വലിയ ആഹ്വാനമാണ് നമുക്കിന്ന് ലഭിക്കുക. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വിശുദ്ധ ബലിയിൽ ദൈവം അതിന് വേണ്ട എല്ലാ കൃപകളും നൽകി നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.